ഇന്ന് തേങ്ങ അരക്കാത്ത നല്ല കുറുകിയ ചാറോട് കൂടി അധികം മസാലകളൊന്നും ഇല്ലാത്ത നല്ലൊരു ടേസ്റ്റി ചക്കക്കുരു മുരിങ്ങയിലക്കറിയാണ് ഞാൻ തയ്യാറാക്കാനായി പോകുന്നത്. നല്ല ടേസ്റ്റിയാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് നുറുക്കി എടുത്തുകൊണ്ട് വരാം. ഇത് നുറുക്കി കഴുകിയെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചക്കക്കുരുവിന് പാകത്തിനായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. 2-3 വിസിലടിച്ചാൽ മതി. നല്ല വെന്ത് കിട്ടണം. ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. അതായത് നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഇച്ചിരി കൂടുതൽ വെള്ളം വെച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറിക്ക് നല്ലത് വെളിച്ചെണ്ണയാണ്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 8-9 ചെറിയ ഉള്ളി ഉണ്ട്. അത് അരിഞ്ഞെടുത്തതാണ്. പച്ചമുളക് ഒരു 4 ചേർത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതാണ് കൂടുതൽ പച്ചമുളക് എടുത്തത്. ഇതിനി ഒന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇതിലിട്ട് നല്ലൊന്ന് വാട്ടിയെടുക്കണം. മുരിങ്ങയില കറി വയ്ക്കുമ്പോൾ എണ്ണയിലൊന്ന് വാട്ടിയെടുത്ത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. ഇതിൽ കിടന്ന് തന്നെ ഒരിതും വെന്തോട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കുരു ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലുള്ള ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ മുരിങ്ങയിലയുടെ ഒക്കെ ടേസ്റ്റ് ഒന്ന് അതിൽ പിടിച്ചൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. തേങ്ങ ഇല്ലാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇതിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ നേരത്തെ ചക്കക്കുരുവിൽ ചേർത്തിരുന്നു. എന്നാലും കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. കറിയൊക്കെ നല്ലപോലെ തിളച്ച് നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി കറിയാട്ടോ ഇത്. എല്ലാവരും ചെയ്ത് നോക്കണേ. തേങ്ങ ഇല്ലാത്തവർക്കൊക്കെ ചക്കക്കുരു മുരിങ്ങയില ഇതുപോലെ തയ്യാറാക്കി നോക്കിയാൽ മതി.